നിങ്ങൾ ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിക്കൊപ്പം തന്നെ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട, ആ ജോലിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ഹോബി നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കൂടുതൽ സന്തോഷം നൽകും എന്ന് പല ആളുകളും പറയാറുണ്ട്. ശരിയാണ്. നിങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ ഇങ്ങനെ വല്ലാതെ മടുപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ നല്ല യാത്രകളെക്കുറിച്ച് ആലോചിക്കുക, നല്ല ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആലോചിക്കുക, നല്ല ഭക്ഷണങ്ങളുടെ വ്ളോഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അതിനൊന്നും മനസ്സങ്ങോട്ട് അനുവദിക്കില്ല. ഈ നൈരന്തര്യത്തിൻ്റെ പൽചക്രങ്ങളിൽപ്പെട്ട് കുടുങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. നൈരന്തര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തുടർച്ച, റുട്ടീനുകളിൽ ഇങ്ങനെ പെട്ടുപോകും. രാവിലെ എഴുന്നേൽക്കുക, ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, കിടക്കുക, അതിനുശേഷം വീണ്ടും രാവിലെ പോവുക, തിരിച്ചു വരിക. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിങ്ങളൊരു ദിവസം ഒന്ന് ഷെഡ്യൂൾ ചെയ്യൂ. മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ കാണാത്തൊരു സ്ഥലത്തേക്ക്, വർഷത്തിൽ ഒരിടത്ത് നിങ്ങൾ കാണാത്ത രാജ്യത്തെ ഒരു സ്ഥലത്തേക്ക്, 2-3 വർഷങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും വൻകരയിലെ ഒരു രാജ്യത്തിലേക്ക് നിങ്ങളൊരു യാത്ര നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിങ്ങളുടെ ക്യാമറ തൂക്കിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ടോ ഒക്കെ മിനിമം വസ്ത്രങ്ങളുമായിട്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. വേറൊന്നും നിങ്ങൾ വാങ്ങരുത്. ഷോപ്പിങ്ങിന് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഏറ്റവും മിനിമം വസ്ത്രങ്ങളുമായി ഏറ്റവും മിനിമം സൗകര്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വേറൊരു മനുഷ്യനായി തീർന്നിട്ടുണ്ടാകും. അതെപ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നൈരന്തര്യത്തിൻ്റെ പൽചക്രങ്ങളിൽ കയറിയിറങ്ങി ജീവിതം ഹോമിക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ. ഒരുപാട് കാണാനും ഒരുപാട് കേൾക്കാനുമുള്ള കാഴ്ചകളും മനുഷ്യരുമൊക്കെ നമ്മളുടെ ചുറ്റുമുണ്ട്. കണ്ടറിഞ്ഞു വാ എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ.